ഹായ്. ബാലഭാസ്കറിൻ്റെ ഭാര്യയുടെ ഇൻ്റർവ്യൂ വളരെ എന്താ പറയുക, നമ്മൾ ഒത്തിരി സങ്കടത്തോടു കൂടി മാത്രമേ അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റൂ. ഒരു പെൺകുട്ടിക്ക് അവൾക്ക് നേരിട്ട ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു സംഗതി അവൾ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളത് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രമാണ് ഞാൻ അതിനകത്ത് അത് കാണാൻ പോയത്. പിന്നെ അതിനകത്ത് പറയുന്ന അലിഗേഷൻ ഒന്നും തെറ്റല്ല കേട്ടോ. ഞാനിപ്പോഴും പറയുന്നു, എനിക്കത് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. ലക്ഷ്മി അതിനെപ്പറ്റി കൃത്യമായി പറയാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലുള്ള ആളല്ല. എല്ലാവരും ലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്നു. അവർ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള ക്ലാഷാണ് അതിനകത്ത് വർക്ക് ചെയ്തത്. അമ്മായിയമ്മ വന്ന് ഇതേപോലെ ഒരു വൃത്തികേട് പറയുകയും അതിൻ്റെ കൂടെ പലരും വന്നിരുന്നിട്ട് അവളാണ് കുറ്റക്കാരി, അല്ല അവൾ തന്നെയാണ്, അവൾ മോശമായി പറയുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊരു ആൻസർ എന്ന രീതിയിൽ ലക്ഷ്മി വന്നു എന്നതിനപ്പുറം ലക്ഷ്മി ഈ ഒരു വിഷയത്തിൽ ഒരു കൃത്യമായി ഒരു വിറ്റ്നസ്സേ അല്ല. അവർക്കതിനുള്ള കേപ്പബിലിറ്റി വളരെ കുറവാണ്. ഫ്രണ്ട് സീറ്റിൽ ഹസ്ബൻഡിന് അല്ലായിരുന്നു എന്ന് മറ്റേയാളാണ് ഇരുന്നതെന്നുള്ളത് പറയുന്നിടം വരെ കൃത്യമാണ്. അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ ഉണ്ടായിരുന്നു, അവർ കണ്ണടച്ചിരുന്നു, അതൊക്കെ കറക്റ്റാണ്. ബാക്കി ഇരുന്ന ആൾ മാത്രം മരണപ്പെടുന്നു, അയാൾക്ക് തലയ്ക്ക് പരിക്കേൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഈ പറയുന്ന അലിഗേഷനും ഒക്കെ മാച്ച് ചെയ്ത് നോക്കുമ്പം തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു മരണം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇടപെടലുകൾ നടത്തി അത് കൃത്യമായി ആരെന്ന് കണ്ടെത്തേണ്ട ഒരവസ്ഥയുണ്ട്. ലക്ഷ്മിക്ക് ഈ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് ബോധം പോലുമില്ല. പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു കാര്യം പറയാം? ആ സമയത്ത് പുള്ളിക്കാരത്തേക്ക് മനസ്സിലായിട്ടുണ്ട് ആക്സിഡൻറ്റ് നടക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ഒരു പരവേശം അത് ആ ഡ്രൈവറുടെ അടുത്ത് നിന്ന് അവർ മനസ്സിലാക്കിയിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആരോ അവരെ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇടിച്ച ശേഷം ഒരാൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പോലെയല്ലല്ലോ. വണ്ടി ഇടിക്കാൻ പോകുന്നതിന് മുമ്പ് പുള്ളിക്കാരത്തേക്ക് ഓർമ്മ ഒന്നും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്, ദുരൂഹതകൾ ഒരുപാടുണ്ട്. അത് പറയാൻ തക്കവണ്ണമുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല പുള്ളിക്കാരത്തിയുള്ളത്. പിന്നെ ബാലഭാസ്കറിൻ്റെ മൊബൈൽ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതെല്ലാം കൂടെ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. പക്ഷേ ലക്ഷ്മിയുടെ ഭാഗം പറയണമെന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പെൺകുട്ടി അവളുടെ അവസ്ഥ പറയുന്ന ആ ഒരു ഭയാനകമായ ഒരു സ്റ്റേജിൽ കൂടിയാണ് ആ കുട്ടി കടന്നു പോകുന്നത്. ആൻഡ് അത് ഓവർകം, ഞാൻ പലപ്പോഴും കൺഫ്യൂഷനോട് കൂടി ചിന്തിച്ചൊരു കാര്യം, ഇതെങ്ങനെ ഇത് ഓവർകം ചെയ്തു എന്ന്. ഇപ്പം വിധവയാവുക എന്ന് പറയുന്നത് ഒരു നിസ്സാര ടൈമല്ല. ഇന്നലെ വരെ നമുക്കൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ നേർപാതി, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സുഖവും ദുഃഖവും വഴക്കടിക്കാനും ഒക്കെ ഉള്ള ഒരാൾ പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടാവുകയാണ്. ഉൾക്കൊള്ളാനേ പറ്റത്തില്ല. ഭയങ്കര ടഫായിട്ടുള്ളൊരു ടാസ്ക്കാണത്, അത് ഓവർകം ചെയ്യാന്ന്. അതും ഒരുപാട് വർഷം കാത്തിരുന്ന് കിട്ടിയൊരു കുഞ്ഞും ഭർത്താവും കൂടെ ഒറ്റയടിക്ക് ഇല്ലാണ്ടാവുകയാണ്. അപ്പം അത് ഒരു കാരണവശാലും അത് എങ്ങനെയാണ് പറയുക, അത് ഒരിക്കലും അവളത് ഓവർകം ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല. പക്ഷെ ഓവർകം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു ഫാൻറ്റസിയിലാണ് പുള്ളിക്കാരത്തി ഉള്ളത്, സാങ്കല്പിക വേൾഡിലാണ് പുള്ളിക്കാരത്തി ഉള്ളത്. അപ്പം നമ്മളുടെ അടുത്തൊക്കെ ഇരുന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായ ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. അവിടെ തന്നെ ജീവിച്ചു പോട്ടെ, അതിനെ ശല്യം ചെയ്യാതിരിക്കുന്നതല്ലേ ഏറ്റവും ബെറ്റർ. പിന്നെ പണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ, ഇതൊന്നുമല്ല. പാസ്റ്റിൽ ആ പെൺകുട്ടി നേരിട്ട അപമാനങ്ങൾ, അടിച്ചമർത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, അത് അവളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഈ വിവാഹം കഴിഞ്ഞ് എത്രയോ വർഷങ്ങളായി കുട്ടികളില്ലാതിരുന്നൊരവസ്ഥയിലൊക്കെ തന്നെ ഈ അമ്മ ഒരുപാട് രീതിയിൽ അതിനെ ഹറാസ് ചെയ്തിട്ടുണ്ട്. മകൻ പോയി കാണുന്നതിൽ കുഴപ്പമില്ല, മരുമകൾ വരരുതെന്ന് തിട്ടൂരം പറഞ്ഞിട്ടുണ്ട്. അത് മകന് മനസ്സിലായിട്ടുണ്ട് അവളെ അംഗീകരിക്കത്തില്ല എന്ന്. ആണും പെണ്ണുമാണ് വിവാഹം കഴിക്കുന്നത്, അതിനകത്ത് ജാതിയോ മതമോ അല്ലെങ്കിൽ പഠിത്തമോ ബാക്കി ഉള്ളതൊന്നുമല്ല. ആ പെൺകുട്ടി അവന് ചേർന്നതാണോ, അവന് ഇഷ്ടമാണോ എന്ന് മാത്രം നമ്മൾ കൺസേൺ ചെയ്താൽ മതി. പേരൻസിൻ്റെ ക്വാളിറ്റി അതാണ്. ആ മകനെ നന്നായി നോക്കുന്ന, അല്ലെങ്കിൽ മകൻ്റെ ഒപ്പം നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അത് തന്നെയാണ് പെർഫെക്ഷൻ. അല്ലാതെ മറ്റ് വേറെയുള്ള കുതന്ത്രങ്ങളൊന്നും നമ്മളെ മെനയേണ്ട കാര്യമില്ല. കാരണം ജീവിക്കുന്നത് അവരാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ആ അമ്മായിയമ്മ കാണിച്ച പോക്കൃത്തരത്തിന് മറുപടിയാണ് ലക്ഷ്മി വന്ന് പറഞ്ഞത്. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഈ കൊലപാതകം, ഇത് കൊലപാതകം തന്നെയാണ്, 100% കൊലപാതകമാണ്. ഇതിനകത്ത് ക്രൈം ഇൻവോൾവ്ഡ് ആണ്. ബാലഭാസ്കരൻ നല്ലൊരു മ്യൂസിഷ്യൻ തന്നെയാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. പുള്ളിക്കാരൻ ആ പറയുന്ന വയലിനിസ്റ്റാണ്, വളരെ നല്ല ക്യാരക്ടറാണ്, ഒക്കെ ശരി തന്നെ. പക്ഷേ വളഞ്ഞ് സഞ്ചരിച്ച വ്യക്തിയാണ്. അതിൻ്റെ തെളിവാണ് ഇത്രയും വലിയൊരു ക്രിമിനലിനെ അയാൾ കൂടെ കൊണ്ടു നടന്നത്. ഒരു കാരണവശാലും അത് നമ്മൾ ഈ പണ്ട് നാട്ടിലൊരു ചൊല്ലുണ്ട്, തൂറിയവനെ ചുമന്നവന് നാറു എന്ന് പറയുന്നത്. അതുപോലൊരു അവസ്ഥയിലാണ് ബാലഭാസ്കർ ഇതുള്ളത്. ഇനിയിപ്പോൾ ഇത് എന്തൊക്കെ രീതിയിൽ നമ്മളിതിനെ മോഡുലേറ്റ് ചെയ്താലും ആ സംഗതി അവിടെ എക്സിസ്റ്റ് ചെയ്യും.
ചെറിയ പ്രായത്തിൽ അവൻ ഏതോ ഒരു ക്രൈമിൽ പെട്ടുപോയി. ആ ക്രൈം അവൻ മനസ്സറിഞ്ഞല്ല ചെയ്തത്, അതുകൊണ്ട് ഞാൻ അവനെ ഒപ്പം കൂട്ടി എന്ന് പറയുന്നതൊന്നും പ്രാക്ടിക്കലാകുന്ന സാധനമേ അല്ല. ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അത്തരത്തിലൊരു ക്രിമിനലിനെ കൂടെ വെക്കേണ്ട ഒരു ആവശ്യകത ഇല്ല എന്ന് ലക്ഷ്മി തുറന്ന് തന്നെ പറയുന്നുണ്ട്. കാരണം ഡ്രൈവിംഗ് അറിയാം, അടുത്തൊക്കെയാണ് പോകുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആ കുടുംബം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങളുള്ള വളരെ പരിമിതമായ ഒരു ഇതിനകത്ത് നിൽക്കുന്ന രണ്ട് വ്യക്തികൾ, നല്ല വ്യക്തിത്വമുള്ള രണ്ട് വ്യക്തികൾ. അവർക്ക് സ്വസ്ഥമായി ജീവിച്ചു പോകാനുള്ളതൊക്കെ തന്നെ അവർ സമ്പാദിക്കുന്നുണ്ട്, അവർ സ്വസ്ഥമായി പോകുന്നുമുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള സിമ്പതിയിലാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങളും പോയിച്ചത്. നമ്മൾ നല്ല സൗഹൃദങ്ങൾ, നല്ല മനുഷ്യരെ നമുക്ക് ചുറ്റും നിർത്തിയില്ലെങ്കിൽ നമ്മുടെ പേര് തന്നെ നശിച്ചു പോകും, നമ്മൾ ഫ്ലോപ്പായി പോകും. എൻ്റെ ലൈഫ് ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റും. പല വ്യക്തികളെയും നമ്മൾ ട്രസ്റ്റ് ചെയ്യും, സുഹൃത്തുക്കളെ നമ്മൾ തെറ്റിദ്ധരിക്കും. ഒരിക്കലുമല്ല. അവർ ഫ്രോഡ്, പ്രത്യേകിച്ച് ഫ്രോഡുകളെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഏതെങ്കിലും ഫ്രോഡുകളിൽ പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരിനി എന്ത് കഴുകി കുളിച്ച് വന്നാലും അടുപ്പിക്കരുത്. എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലക്ഷ്മി പറഞ്ഞതൊക്കെ അവളുടെ സാങ്കല്പിക ലോകത്തുള്ള കാര്യങ്ങളാണ് അവൾ പറഞ്ഞത്. അവൾ പറഞ്ഞതിനൊക്കെ തന്നെ വിരുദ്ധതയുണ്ട്. ആ വിരുദ്ധതയൊന്നും പറഞ്ഞാൽ അതിനെ ആക്രമിക്കാൻ പോകണ്ട. ബിക്കോസ് മെൻ്റലി അവൾ പ്രിപ്പയർഡ് അല്ല ഇപ്പോഴും. 6 വർഷം കഴിഞ്ഞത് നമുക്കാണ്. അവൾക്കത് അത്രയും ആയിട്ടില്ല, അവൾക്കത് മനസ്സിലായിട്ടില്ല, അവൾ ഇന്നും റിയാലിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ എനിക്ക് ആകെ ഒരു കംഫർട്ട് തോന്നിയിട്ടുള്ളത് ആ കുട്ടി ചിരിക്കുന്നുണ്ട്. അതൊരു വലിയൊരു സമാധാനം തന്നൊരു സംഗതിയാണ്. ചിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംഗതിയാണ്. പിന്നെ എല്ലാത്തിനും ഒരു നിമിത്തം ഉണ്ടാകും. ഫ്രണ്ട് സീറ്റിലിരുന്ന് ആ കുട്ടി രക്ഷപ്പെടുകയും മകളും ഹസ്ബൻഡും മരണപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ, അതൊരു നിമിത്തമാണ്. ചിലപ്പം അതിനിനി എന്തെങ്കിലും ചെയ്യാൻ ബാക്കി ഉണ്ടാവുമായിരിക്കാം. അപ്പം ചില സമയങ്ങളിലൊക്കെ നമ്മൾ ചില കർമ്മകളിൽ വിശ്വസിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. 22 വയസ്സിൽ മകൻ പെണ്ണ് കൊണ്ടുവന്ന ദേഷ്യം കുറേ കാലക്രമേണ പോലും മാറുന്നില്ല എങ്കിൽ ആ അമ്മ ഒരു പ്രത്യേകതരം ജനുസാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ആ അമ്മയ്ക്ക് മകൾ നഷ്ടപ്പെട്ടു, ഈ മകൻ നഷ്ടപ്പെട്ടു, ഇനിയും അഹങ്കാരത്തിന് കുറവില്ല. ഈ പെൺകുട്ടി, അതായത് മകൻ്റെ ഒപ്പം ജീവിച്ച, മകൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച, മകൻ പ്രാണനെ പോലെ കരുതിയിരുന്ന ഒരു സ്ത്രീ ജീവിച്ചിരിക്കുകയാണ്. മകൻ്റെ ആത്മാവിന് കുറച്ചെങ്കിലും സമാധാനം കൊടുക്കാൻ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുകയായിരുന്നെങ്കിൽ വലിയ കാര്യമായിരുന്നു. പകരം ആ പെൺകുട്ടിയെ പട്ട് മോശമായിരുന്നു പറയുകയാണ് തള്ള. എനിക്ക് അവരോട് ഒരു സിമ്പതിയില്ല. അവരർഹിക്കുന്ന പണിഷ്മെൻ്റ് തന്നെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സ്വത്ത് കാര്യങ്ങളൊക്കെ ആ കൊച്ചിന് അതൊന്നും അറിയ പോലും ഇല്ല. അതിൻ്റെ കൺസേണേ അല്ലത്. അതിൻ്റെ ഏറ്റവും വലിയ സ്വത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിനി എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? സ്വത്ത് കുറേ ഉണ്ടെങ്കിൽ എന്ത് കാര്യം? ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരുപാട് പൈസ കിട്ടി, സ്വസ്ഥതയില്ല, എന്ത് പ്രയോജനം? അത് ആ ഒരു രീതിയിൽ ജീവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിനി ഒരു ലൈഫ് ഉണ്ടാകുമോ, ഒരു ലൈഫ് പാർട്ട്ണർ അത് തേടുമോ, ഒന്നും സാധ്യമാകുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ആൻഡ് അവൾ ചിരിക്കുന്ന കണ്ടപ്പോൾ സമാധാനവും തോന്നി എന്നുള്ളതാണ്. ഈ നേരത്തെ പറഞ്ഞ ജോബി അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞതൊക്കെ തന്നെയാണ് കറക്റ്റ്. അതിനകത്ത് ഇപ്പം ആ കൊച്ചു പറയണത് അന്ന് പറഞ്ഞതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. മേ ബി പുള്ളിക്കാരത്തി പായിക്കുന്നുണ്ടാവാം. അതായത് പുറത്തേക്കുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം അവൾ ഒറ്റയ്ക്കാണ്, അവൾക്ക് ആരും സപ്പോർട്ടില്ല. ഈ പറഞ്ഞ ക്രിമിനൽ കൂട്ടായ്മയാണ് അപ്പുറത്ത് നിൽക്കുന്നത്, നമുക്ക് നല്ല ബോധ്യമുണ്ട്. അവൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, നിങ്ങൾക്ക് നല്ല ഒരാൾക്കും അത് അക്സെപ്റ്റ് ആവത്തില്ല. എന്തിനിങ്ങനെ ഒരു ക്രിമിനലിനെ കൂട്ടുപിടിച്ചു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് കൊടുക്കുന്ന ഉത്തരം കൺവിൻസിങ് അല്ല. അതാണ് സത്യം. അവർക്ക് അവരുടെ ഡ്രൈവറിൻ്റെ ആവശ്യമില്ല. പക്ഷേ അങ്ങനെ ഒരാൾ വന്നുപെടുന്നു, അയാൾ ത്രൂ കള്ളക്കടത്തുകൾ നടത്തുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇത്. പിന്നെ ഇതിന് പോകുന്നു, അപ്പം പീരീഡ്സ് ആയിരുന്നു, അങ്ങനെയൊക്കെ എന്തൊക്കെ കുറേ കോംപ്ലിക്കേഷൻ പറയുന്നുണ്ട്. തൃശ്ശൂർ അമ്പലത്തിലേക്ക് പോകുന്ന വഴി ചിലപ്പോൾ ഡേറ്റ് ബുക്ക് ചെയ്തെന്നോ അങ്ങനെ എന്തൊക്കെ കുറേ എല്ലാവരുടെയും കുറേ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. എനിക്കതൊന്നും ഐ എം നോട്ട് ഓക്കെ വിത്ത് ഓൾ ദോട്ട്. ആ എക്സ്പ്ലനേഷന് ഞാൻ കംഫർട്ടല്ല. പക്ഷേ അവളോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അവൾ തന്നെ പറയുന്നത് കേൾക്കുന്നില്ലേ നിങ്ങൾ? കുറേ കാലം പുള്ളി ഉണ്ട്, മകനുണ്ട്, മറ്റൊരു ലെവലിലാണ്, കണ്ണ് തുറക്കുമ്പോൾ മറ്റൊരു ലോകത്താണെന്ന് പറഞ്ഞില്ലേ? നമ്മളുമൊക്കെ ഇതേ ഇതിൽ കൂടെ സഞ്ചരിച്ച വ്യക്തിയാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പാർട്ട്ണർ നമ്മളെ വിട്ടു പിരിയുമ്പോൾ ഉണ്ടാകുന്നൊരു എംപ്റ്റിനെസ് ഉണ്ടല്ലോ, അത് ഓവർകം ചെയ്യാൻ അപാര മനക്കെട്ടി വേണം. അത് മാത്രമല്ല, ആ കുട്ടിക്കാണ് ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരണപ്പെടുന്ന സമയത്ത് കുഞ്ഞാണ് എൻ്റെ മോൻ ഇളയത്. അപ്പം ജീവിക്കുക എന്നുള്ളതൊരു ഉത്തരവാദിത്വമാണ്.
കാരണം നമ്മളെ വിശ്വസിച്ച് 2 പേരുണ്ട്. നമ്മൾ തളർന്നിരുന്ന് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ എങ്ങനെ കൊണ്ടുവരും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റും ഒത്തിരി സ്വത്തുക്കൾ, ഒത്തിരി പ്രോപ്പർട്ടി, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊന്നും ഒരു കോൺസെൻട്രേഷൻ വരത്തില്ല. എന്തിനേ എന്നൊരു തോന്നൽ വരും. ഒന്നും ബ്ലാങ്ക് ആയി പോകും മനുഷ്യൻ. പെട്ടെന്ന് തന്നെ എം ടി ആയിരിക്കും, നമ്മുടെ ആ സ്പേസ് ഫുള്ള് എം ടി ആയിരിക്കും. അപ്പോൾ അത്രയും വിഷമിച്ച് അത് ഓവർകം ചെയ്ത് ഇവിടെ വന്നിരിക്കുന്ന ആ കുട്ടിയെ ആക്രമിക്കുന്നവർക്ക് ബോധമില്ലെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പം ആ അമ്മയുടെ കാര്യം പറയാം. ഇപ്പം ഞാനും പറയുന്നുണ്ടല്ലോ, ഇത്രയധികം ഇൻറ്റിമേറ്റിനേക്കാൾ ഉപരി നമ്മുടെ ഭർത്താവിനോട് അത്രയും ഇൻറ്റിമേറ്റ് ആയിരിക്കും നമ്മൾ. എന്ന് വെച്ചാൽ നമ്മൾ യൂസ്ഡ് ആയിരിക്കും അങ്ങനെ ഒരു വ്യക്തി നമുക്കൊപ്പോൾ. ആ ഒരു പെട്ടെന്നൊരു ദിവസം ആളില്ലാണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു എം ടി, അത് ഫില്ല് ചെയ്യാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. ഒന്നിനെ കൊണ്ടും അത് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ആ ഓർമ്മകളിൽ ജീവിക്കുന്ന, ആ കഥകൾ പറയുമ്പോൾ കണ്ണിൽ തിളക്കം കിട്ടുന്ന ഒരു പ്രത്യേകതരം മൈൻഡ് സെറ്റിലാണ് ലക്ഷ്മി ഉള്ളത്. അവളെ വഴിക്ക് വിടുന്നതാണ് നല്ലത്. കാരണം ഇതിൻ്റെ ഉൾക്കള്ളിയോ അന്വേഷിച്ച് പോവുകയോ ഇതിൻ്റെ പിറകിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് കൂടുതൽ ഹേർട്ട് ആകും എന്നതിനപ്പുറം ഒരു ലാഭം ഉണ്ടാകത്തില്ല. 100% അയാൾ കൊല്ലപ്പെട്ടത് തന്നെയാണ്. അതിൻ്റെ ബിഹൈൻഡ് വർക്ക് ചെയ്തത് ഈ മാഫിയ തന്നെയാണ്. പക്ഷേ പുള്ളിക്കാരത്തിക്ക് ഒരു ടൈം പീരീഡിനപ്പുറം സംസാരിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. കാരണം അവൾ ഇതിനകത്ത് ഇൻവോൾവ്ഡ് അല്ല. ഒന്നാമത്തെ കാര്യം, വീട്ടിലേക്ക് പോകുന്ന ഒരു എക്സാമ്പിൾ പറയാം. അവൻ്റെ വീട്ടിലേക്ക് അവൻ പോവുകയാണ്. അവളോടൊരു പെർമിഷൻ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ അവളോടൊരു ഇൻഫോർമേഷൻ കൊടുക്കുകയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ പോകും, നിന്നെ കൊണ്ടുപോകാൻ നീ നിർബന്ധിക്കരുത് എന്ന് പറയുന്നില്ലേ. അപ്പോൾ തന്നെ അവർക്കിടയിൽ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തി എന്ന രീതിയിൽ ഒരു തട്ട് കൂടുതലാണ് ഇവിടെ ഈ ഭാഗത്ത്. അപ്പോൾ പുള്ളിക്കാരനാണ് അതിൻ്റെ ഡിസിഷൻ മേക്കർ. അവൾ ഒബേ ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാമിലിയിൽ അയാൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അയാൾക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. അറിയുന്ന ആൾ മരണപ്പെട്ടിട്ടുമുണ്ട്. അതും കിടന്നിട്ടുണ്ടാവാം, തല ഇടിച്ചിട്ടുണ്ടാകാം, അങ്ങനെ ആയിരിക്കാം. ഇപ്പം മോണിഷ മരിച്ചത് എങ്ങനെയായിരുന്നു? ബാക്ക് സീറ്റിൽ അമ്മയുടെ മടി കിടക്കുമ്പോഴാണ് അമ്മ രക്ഷപ്പെട്ടു, കാലിലാണ് പരിക്ക്, പക്ഷെ മകൾക്ക് തലയ്ക്കാണ് പരിക്ക്. അതേപോലെ എന്തെങ്കിലും ആയിരിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലാതെയും സംഭവിക്കാം. അതും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കണ്ണ് തുറന്നപ്പോഴത്തേക്ക് ഞാൻ ഗിയർ ബോക്സിൽ അടിച്ചു എന്നൊക്കെ പറയുന്നില്ലേ. അതൊക്കെ ആ കുട്ടിയുടെ വെഹം, അതായത് ഫാൻറ്റസിയാണത്, അല്ലാതെ അത് കണ്ടതായിരിക്കത്തില്ല. ആക്സിഡൻറ്റ്, വണ്ടി ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോകുന്നത് കണ്ടു, വണ്ടി പോയി ഇടിക്കുന്നത് കണ്ടു. ഇത്രയൊന്നും ഒരു ആക്സിഡൻറ്റിലുള്ള ഒരു വ്യക്തിക്കും ഓർത്തിരിക്കാൻ ഒക്കത്തില്ല. അത്രയും സിവിയർ ആക്സിഡൻ്റാണ് അവൾക്ക് ഏർപ്പെട്ടത്. അതായത് വിരൽ വരെ ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു എല്ല് പോലും ഇല്ലെങ്കിൽ മിച്ചം അമ്മാതിരി ഒടിഞ്ഞു പറക്കി വന്ന കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ വഴിക്ക് വിടുക എന്നാണ്. ഈ ഒരു ഇൻ്റർവ്യൂ തന്നെ വേസ്റ്റ് ആയിരുന്നു. പക്ഷെ എന്താണ് ലക്ഷ്മിക്ക് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് അവൾ പുറത്തു വന്ന് ആ കാര്യം പറഞ്ഞു. ബോൾഡാണ്, നന്നായി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തു. പക്ഷെ അതല്ല സ്റ്റോറി, അതാണ് അതിൻ്റെ റിയാലിറ്റി. അല്ല സ്റ്റോറി. ലക്ഷ്മി പറഞ്ഞത് അല്ല യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. വണ്ടി ഓടിച്ച ആൾ ആ വ്യക്തി തന്നെയാണ്, പക്ഷേ അതിൻ്റെ ബിഹൈൻഡ് വലിയൊരു സ്റ്റോറിയുണ്ട്. തൃശ്ശൂർ അവരുടെ യാത്ര പ്രശ്നമാണ്, അവർ തിരിച്ചു വന്ന ആ റഷ് അത് പ്രശ്നമാണ്. ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ നന്നായിട്ട് അതിനകത്ത് മിന്നിമായുന്നുണ്ട്. ആൻഡ് ദാറ്റ് ക്രിമിനൽ അവൻ തന്നെയാണ് ഈ ഫാമിലിയെ ഈ രീതി നശിപ്പിച്ചത്. അപ്പം അയാളെ ഇപ്പം മറ്റൊന്നിൽ പിടിച്ചപ്പോൾ കിട്ടിയില്ല, അവൻ നിർത്തില്ല. അവൻ ബോൺ ക്രിമിനലാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ഇവർക്ക് ചേർത്ത് വെച്ചു കൊടുത്ത് ആ കുടുംബവും ഉത്തരവാദികളാണ്. അവർ മറ്റൊരു കുടുംബക്കാർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഇവനെ ചൂസ് ചെയ്യുന്നത്. ആ കുടുംബം ഉൾപ്പെടെ പ്രതികൂട്ടിലാകേണ്ട വിഷയമാണ്. അപ്പോൾ അത് എത്രത്തോളം മുൻപോട്ട് പോകും, എന്തൊക്കെ അതിൻ്റെ ഒരു ഇത് കിട്ടും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. ലക്ഷ്മിയെ ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ്, ലക്ഷ്മി ഇതിനകത്ത് ഭാഗമാകാതിരിക്കുന്നതാണ് ബെസ്റ്റ്. പറയുന്ന ആ ഒരു ക്യൂട്ട്നെസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇൻ്റർവ്യൂ. ഒത്തിരി കാലങ്ങൾക്ക് ശേഷം വളരെ സംയമനത്തോടു കൂടി അവളുടെ ഫീലിങ്സിന് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അവതാരകൻ പോലും ആ മര്യാദയ്ക്ക് തന്നെ അവരോടത് ചോദിച്ചിട്ടുണ്ട്. ഇത് വേറെ ആരുടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിനെ പൊരിച്ച് വാരിയിട്ടുണ്ടാകാം. ബട്ട് അവളുടെ ആ മൈൻഡ് സെറ്റ് മനസ്സിലാക്കി കാമാൻ കോയട്ടായി അവളോടത് ചോദിച്ച് കൃത്യമായി നമ്മളിലേക്ക് അത് എത്തിച്ചതിന് ആ ചാനൽ അവതാരകന് നന്ദി പറയണം. ആൻഡ് ദാറ്റ്സ് മൈ പോയിന്റ്. എൻ്റെ വ്യൂ പോയിന്റ് ഒരാൾ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് തീർത്തും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ്. ബിക്കോസ് ആ കുട്ടി എന്ന് പറയുന്നത് എവിടെയൊക്കെയോ ഞാനാണ്, അങ്ങനെ എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് എൻ്റെ പഴയതിലേക്കൊരു ഓട്ടപ്പാച്ചിൽ വരും, അതൊരു പ്രശ്നമാണ്. ബിക്കോസ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ ഹെൽത്ത്
ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പം വീണ്ടും ആ പഴയ ഓർമ്മകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഡിസ്ട്രാക്റ്റ് ആവും. അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ ചെയ്യാത്തത്, ആ വിഷയത്തിനെ പറ്റി കൂടുതൽ പഠിക്കാത്തത്, ചെയ്യാത്തത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഇതാണ്. ചോദിച്ചതുകൊണ്ട് മാത്രം ചെയ്ത വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഒരു കാര്യം കൂടെ പറയാം, വൈധവ്യം അല്ലെങ്കിൽ വിധവ എന്ന് പറയുന്നത് ആർക്കും അങ്ങനെ ഈ നോർമൽ തിങ് അല്ല. ആർക്കും വരാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് ഓവർകം ചെയ്യാൻ കഴിയുന്നവർ സക്സസ് ആകും. അങ്ങനെ ഉള്ളവർക്ക് ലൈഫിൽ എന്തും ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ്. അപ്പം അതൊരു കുറ്റമാണോ, അതൊരു ബുദ്ധിമുട്ടാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല. പക്ഷെ അത് യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് നല്ലൊരു മാതൃകയാണ് ലക്ഷ്മി. അവർക്കത് ആ സിമ്പതി അങ്ങോട്ട് യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം സുധീറിൻ്റെ വൈഫ്, കൊല്ലം സുധിയുടെ വൈഫ്, അങ്ങനെ കുറേ പേരുണ്ടല്ലോ. അവരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഭർത്താവ് ഇട്ടേച്ച് പോയാൽ അത് വെച്ചൊരു കളി, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചാൽ അത് വെച്ചൊരു കളി, അങ്ങനെയൊക്കെ ചെയ്യുന്ന സൈക്കോകൾക്കിടയിൽ ഒരു സാധാരണ സ്ത്രീ ആയിട്ട് അവൾ ഇരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നി. നല്ലൊരു റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അവളെയാണ്. അതിനെ ചുമ്മാ ചോണ്ടി വീണ്ടും ഇല്ലാത്ത പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ പോകാതിരിക്കുന്നത് വ്യക്തിത്വമുള്ളവരുടെ ക്വാളിറ്റി ആയിരിക്കും. അല്ലാത്തവർ അവരെ അതിനെ തന്നെ ഇങ്ങനെ ഇട്ട് കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും സ്വന്തം ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേഴ്സൺസിനെ കൊലയ്ക്ക് കൊടുക്കാൻ ഒരു സ്ത്രീയും തുനിയത്തില്ല. അവരങ്ങനെ ചെയ്യില്ല. കാരണം അവളുടെ ലോകം മുഴുക്ക അവർ 2 പേരാണ്. പറയുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം മുഴുക്ക പറയാനുള്ള ടോപ്പിക്കാണത്. ബട്ട് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.